ഹായ് ഗായ്സ്, അപ്പോൾ കുറേ നാളെ ഇതുപോലെ നൈറ്റൊക്കെ ഇറങ്ങിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് രാവിലെ വരെ വെറുതെ വീട്ടിലിരുന്നാലും രാത്രി ആകുമ്പോഴായിരിക്കും പുറത്തിറങ്ങാൻ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിങ്ങനെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മളിത് ഒരു ചെറിയ തട്ടുകടയിൽ കയറി കുറച്ച് ബജ്ജിയൊക്കെ കണ്ടപ്പോൾ അതങ്ങോട്ട് മേടിക്കാന്ന് കരുതി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തന്നെ എൻ്റെ മൈൻഡ് പറയുന്നത് ഒരു പുഴയുടെ ഏരിയ പോയിരിക്കുക എന്നുള്ളതാണ്. നിർഭാഗ്യം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റെപ്പിൽ എല്ലാ ആൾക്കാരായിരുന്നു, ഒരിടത്തും ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. അങ്ങനെ നമുക്ക് അവസാനം കിട്ടിയത് ഈ പുഴയുടെ സൈഡിൽ ഈ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഏരിയ. ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചത്, എനിക്ക് സ്റ്റെപ്പാണ് വേണ്ടിയിരുന്നത്, പക്ഷെ കുഴപ്പമില്ല, ഇനിയിപ്പോൾ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ അങ്ങ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് വന്നതാണ് നമ്മൾ ആ കട മൊത്തം വാങ്ങിയത്. അതേ ഗൈസ്, ഞങ്ങളും അവിടെ ചെന്നിരുന്നത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നമ്മുടെ മൈൻഡിൽ തോന്നി ഈ കട മൊത്തം ഉണ്ടല്ലോ. മുളക് ബജിയും മുട്ട ബജിയും കായ ബജി, ഈ 3 ഐറ്റമാണ് നമ്മൾ മേടിച്ചത്. എത്രയൊക്കെ ബജ്ജി വന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം മുളക് ബജിയാണ്. നമുക്ക് കിട്ടിയ ചമ്മന്തി ഒരു രക്ഷയില്ല ഗൈസ്, സീനാണ്. മിക്ക കടയിലും ചില ചമ്മന്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വായി വെക്കാൻ കൊള്ളില്ല എന്നൊന്നും പറയത്തൊന്നുമില്ല, അങ്ങോട്ട് ബജ്ജിയായിട്ട് യോജിക്കാത്ത രീതിയിൽ പോകും. പക്ഷെ നമുക്ക് കിട്ടിയ ബജ്ജിയും ചമ്മന്തി ഗൈസ് അടിപൊളി സാധനമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഇത് എന്താണ് ബജ്ജി ആദ്യം കഴിക്കുന്ന പോലെ, അങ്ങനെയൊന്നും അല്ല ഗൈസ്. അതായത് നമ്മളത് കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു വൈബ്, അതായത് ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മുന്നിൽ ഞാനൊരു വേർഡിലൂടെ എക്സ്പ്രസ് ചെയ്യണം, അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, തൊള്ളയിൽ നിന്ന് ഇറങ്ങി പോകണ്ടേ. അങ്ങനെ നമ്മൾ കുറച്ചു നേരം കൂടി അവിടെ കഥ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. ഗൈസ് നമ്മൾ പോവുകയാണ്. ശുഭരാത്രി, ശുഭനിദ്ര. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ.